ഇന്ത്യയിലെ ക്രൈസ്തവ സഭയുടെ സ്ഥാപകനും യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളുമായ തോമാശ്ലീഹായുടെ ഓർമ്മ തിരുനാളാണ് ദുക്രാന. ജൂലൈ 3-ാം തീയതിയാണ് ദുക്രാന തിരുനാൾ ആഘോഷിക്കുന്നത്. ദുക്രാന എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ഓർമ്മയെന്നാണ്. ഇന്ത്യയിൽ സുവിശേഷ ദൗത്യവുമായി ആദ്യമെത്തിയ അപ്പസ്തോലനാണ് തോമാശ്ലീഹ. അകമഴിഞ്ഞ ഭക്തിയുടെയും ഗുരുസ്നേഹത്തിൻ്റെയും പ്രതീകമാണ് സെന്റ് തോമസ്. ദിദിമോസ്, മാർത്തോമ എന്നീ പേരുകളിലും തോമാശ്ലീഹ അറിയപ്പെടുന്നു. AD 50-ൽ കേരളത്തിലെ കൊടുങ്ങല്ലൂരിലെത്തിയ തോമാശ്ലീഹ പറവൂർ, നിലയ്ക്കൽ, കൊല്ലം, കോക്കമംഗലം, പാലയൂർ, മലയാറ്റൂർ എന്നിവിടങ്ങളിൽ പള്ളികൾ സ്ഥാപിച്ചുവെന്നാണ് വിശ്വാസം. ശ്ലീഹായുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. യേശുവിൻ്റെ ഊർജ്ജസ്വലനായ ശിഷ്യൻ എന്നാണ് തോമാശ്ലീഹ അറിയപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് തോമ ഒരു പ്രധാന കഥാപാത്രമായിരിക്കുന്നത്. തോമാശ്ലീഹ തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ AD 72-ൽ കുന്തത്താൽ കുത്തപ്പെട്ട് രക്തസാക്ഷിയായി എന്നാണ് ചരിത്രം. ഇപ്പോഴും മൈലാപ്പൂരിൽ ശ്ലീഹായുടെ കബറിടം സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഭൗതികാവശിഷ്ടം ഇറ്റലിയിലെ ഓർത്തോണയിലാണ്. തോമാശ്ലീഹയ്ക്കു ശൂലം മൂലമായുള്ള ബന്ധമാണ് നാം പലപ്പോഴും ചിത്രങ്ങളിൽ കണ്ടിരിക്കുന്നത്. പടയാളിയുടെ ശൂലം കൊണ്ട് തുറക്കപ്പെട്ട തിരുവിലാവിൽ സ്പർശിച്ച് മിശിഹാനുഭവത്തിൽ സ്നാനപ്പെട്ട തോമാശ്ലീഹായ്ക്കു ശൂലം കൊണ്ടു തന്നെയുള്ള രക്തസാക്ഷിത്വത്തിലൂടെ ആ മിശിഹ അനുഭവത്തിൻ്റെ പൂർത്തീകരണവും കരഗതമായി. ശൂലം തോമാശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതീകം മാത്രമല്ല, മിശിഹാനുഭവത്തിൻ്റെ അടയാളം കൂടിയാണ്. തീക്ഷ്ണമായ വിശ്വാസം കൊണ്ട് നിറഞ്ഞ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ചത് തോമാശ്ലീഹയാണ്. ഈ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ ഈ വാക്കുകൾ ഭക്തിപൂർവം നമുക്കും ഉച്ചരിക്കാം. ഉത്ഥിതനായ ഈശോയുടെ തിരുമുറിവുകൾ മനസ്സിൽ കാണാം. കർത്താവിനെ ആത്മന ദർശിക്കാം.